NIA രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തുന്നു. അതായത് പാകിസ്ഥാന് വിവരങ്ങൾ നൽകുന്ന ചാരന്മാരുണ്ടോ എന്ന് പറയാൻ. അപ്പോൾ 8 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 15ഓളം എടുത്ത് റെയ്ഡ് നടത്തിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു CISF ജവാനെ പിടികൂടി CRPF. അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്താണ്. ശരിക്കും അതിൻ്റെ തുടർച്ചയാവില്ല ഇത്? അതിൻ്റെ തുടർച്ചയാണ്. കാരണം CRPF ജവാനെ അയാൾ പഹൽഗാമിലെ ബറ്റാലിയനിൽ CRPF ബറ്റാലിയനിൽ ജോലി ചെയ്തിരുന്ന ആൾ. അയാൾ 2 കൊല്ലമായി 2023 മുതൽ പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ ചാരസംഘടന ISIക്ക് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അയാളെ NIA കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അയാളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 8 സംസ്ഥാനങ്ങളിൽ 15 ലൊക്കേഷനുകളിൽ റെയ്ഡ് NIA നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ചാരശൃംഖല തന്നെ ഈ CRPF അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ASI ആയിരുന്നു, ഇപ്പോൾ ഡിസ്മിസ് ചെയ്തു ഈ CRPFൽ നിന്ന്. CRPF ഒരു പാരാമിലിറ്ററി ഓർഗനൈസേഷനാണല്ലോ. അതിൻ്റെ അകത്തും പാകിസ്ഥാൻ ചാരന്മാർ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. അപ്പോൾ അയാൾ ചിലപ്പോൾ ആ ശൃംഖലയിൽ വേറെ ആളുകൾ ഉണ്ടെന്ന് മൊഴിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവണം. കാരണം ഇതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ആ CRPF ജവാൻ മോട്ടിറാം ജാട്ടിനെ അറസ്റ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ഈ റെയ്ഡ് നടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ബന്ധമുള്ള ശൃംഖലയെ പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് NIA ഈ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഡൽഹി, മഹാരാഷ്ട്ര, പ്രത്യേകിച്ച് അവിടെ മുംബൈ, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, അസം, പശ്ചിമ ബംഗാൾ ഈ സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഡിവൈസസ്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ സംഗതികളൊക്കെ ആയിരിക്കും പിടിച്ചിരിക്കുന്നത്. പിന്നെ ഈ കുഴപ്പം പിടിച്ച ധനകാര്യ രേഖകൾ, ധനസംബന്ധമായ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് പിടിച്ചിട്ടുണ്ട് എന്ന് NIA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ഈ റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിലുള്ള ആളുകൾ അവരാരാണെന്നുള്ളത്, ജവാന്മാരാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അവർ പാകിസ്ഥാൻ ഏജൻറ്റുമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, അവർ വേറെ പല ആളുകൾക്കും പണം വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞൊരു ബ്ലോഗറെ പിടിച്ചിരുന്നല്ലോ. എന്നിട്ട് 6 പേരെ അറസ്റ്റ് ചെയ്തവരിൽ ഒരാളായിരുന്നു ജ്യോതി മൽഹോത്ര. പഞ്ചാബിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള 2 വിധവകൾ അതിലുണ്ടായിരുന്നു. ആ 6 പേർക്കും ഇങ്ങനെ നമ്മൾ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഡാനിഷ് എന്ന് പറഞ്ഞ ഒരാളെ പുറത്താക്കിയിരുന്നു പഹൽഗാമിന് ശേഷം. അയാളാണ് പണം വിതരണം ചെയ്തിരുന്നത്. അപ്പോൾ ആ പണം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ മറ്റേ സബ് ഏജൻറ്റുമാർക്കുമൊക്കെ വിതരണം ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ ഇതിൻ്റെ അകത്ത് പണം വിതരണം ചെയ്തിട്ടുണ്ട് ഇവരെ എന്ന് കണ്ടിട്ട് കൂടിയാണ് ഈ റെയ്ഡ്. അപ്പോൾ ഇയാൾ മോട്ടിറാം ജാട്ടിനെ അറസ്റ്റ് ചെയ്ത ശേഷം 20-ാം തീയതിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ പിടിയിലായിട്ടുണ്ട്. UAPA, BNS, പിന്നെ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട്, ഔദ്യോഗിക രഹസ്യ നിയമം, ഇതൊക്കെ ചുമത്തിയിട്ടാണ് കേസുകൾ വന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ്റെ ഒരു സ്വാധീനം ഇത്രയും ഡീപ്പായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യമല്ലേ. കാരണം CRPF പോലെയുള്ളതിൽ പോലും അവർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കാൻ ആളുണ്ട്. പഹൽഗാമുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് കൊടുത്തത്. ഒപ്പം ജ്യോതി മൽഹോത്ര കൊടുത്തതും ഈ പഹൽഗാമിലെ ദൃശ്യങ്ങളും ഫോട്ടോസുമാണ്. ശരിക്കും നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാലമല്ലേ. ജ്യോതി മൽഹോത്ര പഹൽഗാമിൽ പോയിരുന്നു. പഹൽഗാമിലെ ദൃശ്യങ്ങൾ മാത്രമല്ലല്ലോ കൊടുത്തത്. അവർ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തെയ്യം നടക്കുന്ന ഒരു അമ്പലത്തിൽ വന്നിരുന്നു. അത് ഏഴുമലക്കടുത്താണ്. പടന്നീല അവർ പോയിരുന്നു. അവിടെ നിന്നുള്ള ചിത്രങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടല്ലോ. ഏഴുമല അക്കാദമി പോലെ കൊച്ചിയിലാണെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പെരുമ്പാവൂരിൽ നിന്ന് ഒരു അസംകാരനെ പാകിസ്ഥാൻ ചാരനാണെന്ന് സംശയിച്ച് പിടിച്ചിട്ടുണ്ട് പോഞ്ഞാശ്ശേരി ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ നിന്ന് ഒരു IFS ഉദ്യോഗസ്ഥയെ, ഹണി ട്രാപ്പിൽപ്പെട്ട IFS ഉദ്യോഗസ്ഥയെ പിടിച്ചിരുന്നു. അവർ 2 കൊല്ലം പാകിസ്ഥാന് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. കാരണം അവർക്ക് മറ്റേ
അവരെ വിവാഹം ചെയ്യാം, അവർക്ക് 50 വയസ്സിൽ കൂടുതലുണ്ടായിരുന്നു, അവരെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ മറ്റേ ISI ഉദ്യോഗസ്ഥൻ പ്രേരിപ്പിച്ച് അവരതിൽ വീണിട്ട് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ആ കേസിലുമൊക്കെ വിധിയൊക്കെ അടുത്ത കാലത്തൊക്കെയാണ് വന്നത്. അപ്പം ഇതിൽ മോട്ടിറാം ജാട്ട് പഹൽഗാമിൽ ഇരുന്നിട്ട് അയാൾ ഈ നേരത്തെ സിനുജി ചോദിച്ചല്ലോ, ഇവരൊക്കെ അയാളും നിരീക്ഷണത്തിലായിരുന്നു കുറെ കാലമായിട്ട്. സാധാരണ പിടിക്കുമ്പോൾ ഒരു ശരിക്കുള്ള വിവരം കിട്ടിയിട്ടാണല്ലോ. അയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അയാൾ അങ്ങോട്ട് കൊടുത്ത വിവരങ്ങളൊന്നും ഡിലീറ്റ് ചെയ്തിരുന്നില്ല, ചിത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ. അയാൾ പഹൽഗാം ആക്രമണത്തിന് 5 ദിവസം മുമ്പേ അയാളെ ഡൽഹിയിലേക്ക് മാറ്റിയിരുന്നു. അയാൾ ഡൽഹിയിൽ നിന്ന് അമിത്ഷാ പഹൽഗാമിൽ സന്ദർശനം നടത്തിയതിൻ്റെ വിവരങ്ങളും ഒക്കെ പിന്നീടും കൊടുത്തിരുന്നു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാൾ 50 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമ്മൾ പഹൽഗാം ആക്രമണത്തിനും പിന്നാലെ അടച്ചിരുന്നു, അവയുടെ വിവരങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ CRPFൻ്റെ നീക്കങ്ങൾ, CRPFൻ്റെ സ്ട്രെങ്ത്, അംഗബലം, അതിൻ്റെ കമാൻഡർമാർ, ഇവരുടെയൊക്കെ വിവരങ്ങൾ കൊടുത്തിരുന്നു. ഈ നമ്മളെവിടെയൊക്കെയാണ് ഭീകരന്മാരെ പഹൽഗാമിന് ശേഷം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഇവർ ഈ ജാട്ട്, മോട്ടിറാം ജാട്ടിനെ ഇവർ കുടുക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചണ്ഡീഗഡിലൊരു പ്രധാനപ്പെട്ട TV-യിലെ റിപ്പോർട്ടറാണെന്ന് പറഞ്ഞിട്ട് ഒരു യുവതി ആദ്യം ബന്ധപ്പെടുന്നു. പിന്നെ വീഡിയോ കോളിലൊക്കെ വിളിക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു. അങ്ങനെ അവർക്ക് വിവരം കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ISIയുടെ ഓഫീസർമാർ നേരിട്ട് ഇയാളുമായിട്ട് ഇതേ ചാനലിൻ്റെ റിപ്പോർട്ടർമാർ എന്ന് മേധാവിമാരാണെന്നൊക്കെ പറഞ്ഞ് ബന്ധപ്പെടുന്നു. ഇയാൾക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മാസം 3500 രൂപ കൊടുക്കാൻ തുടങ്ങി. നല്ല വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 12,500 രൂപ അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഇയാളെ CRPFും മറ്റ് ഏജൻസികളും NIA കേസെടുക്കുന്നതിന് മുമ്പേ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഈ ഫോണിൽ സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യാതെ വെച്ചതൊക്കെ തെളിവായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്ലാസിഫൈഡ് രേഖകൾ, രഹസ്യ രേഖകളൊക്കെ ഇയാൾ ധാരാളം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇയാൾ മൾട്ടി ഏജൻസി സെൻറ്റർ, നമ്മുടെ കാശ്മീരിലെ വിവിധ ഏജൻസികളുടെ കേന്ദ്രം MAC അതിനെപ്പറ്റി വിവരം കൊടുത്തിരുന്നു. പിന്നെ ന്യൂസ് ക്ലിപ്പിംഗ്സ് ഇയാൾ അവർക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. ഈ ഏജൻസികളെ പറ്റിയൊക്കെ വരുന്ന വിവരങ്ങൾ, ട്രൂപ്പ് മൂവ്മെൻറ്റ്സ് ഒക്കെ, ഇതൊക്കെ ഞങ്ങളും കാണുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് അയക്കണ്ട എന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. പിന്നെയാണ് 2 മാസം കഴിഞ്ഞ് രഹസ്യ വിവരങ്ങൾ കൊടുക്കാൻ തുടങ്ങിയത്. എല്ലാ മാസവും 4-ാം തീയതി ഇയാൾക്ക് 3500 രൂപ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ സ്വന്തം അക്കൗണ്ട്, ഭാര്യയുടെ അക്കൗണ്ട്, ഇതിലൊക്കെയാണ് പാകിസ്ഥാൻ പണം അയച്ചുകൊണ്ടിരുന്നത്. ആഴ്ചകളോളം ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. എന്നിട്ടാണ് ഡൽഹിക്ക് മാറ്റിയത്. അപ്പോൾ ജൂൺ 6-ാം തീയതി വരെ ഇയാൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേക കോടതി. അപ്പോൾ ഇയാളെ പുറത്താക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ്റെ ചാരവലയം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. കാരണം പൈസ കൊടുത്താൽ വളയുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അവർ ഏതൊക്കെ മേഖലയിലായിരിക്കും ഇത് ചെയ്യുമ്പോൾ വ്ളോഗറെ ആകുന്നു, പോലീസ് ഉദ്യോഗസ്ഥനെ ആകുന്നു, അങ്ങനെ വിവിധ മേഖലകളുണ്ടെങ്കിൽ ഈ NIAയുടെ റെയ്ഡിലൂടെ കുറച്ചുകൂടി നിർണായകമായ വിവരങ്ങൾ പുറത്തു വരില്ലേ? അതെ, NIA ഈ പഹൽഗാം ഈ പഹൽഗാം നമ്മളെ സംബന്ധിച്ചൊരു ദുരന്തമാണ്. പക്ഷെ നമുക്കുണ്ടാകുന്നൊരു നേട്ടം പാകിസ്ഥാൻ്റെ വിപുലമായ ചാരശൃംഖല. ഇപ്പം ഇത് 8 സംസ്ഥാനങ്ങളിൽ, ഇതിലിപ്പോൾ കേരളം വന്നിട്ടില്ല, 8 സംസ്ഥാനങ്ങളിൽ വന്നുകൂടായികയില്ല. 8 സംസ്ഥാനങ്ങളിലെ ഒരു ചാരശൃംഖല, നേരത്തെ പഞ്ചാബിലെയും ഹരിയാനയിലെയും ചാരശൃംഖല പൊളിക്കുമ്പോഴാണ് ജ്യോതി മൽഹോത്ര പിടിയിലായത്. പിന്നെ 2 വിധവന്മാർ, ബാക്കിയുള്ള ആളുകൾ, ഒരു വിദ്യാർത്ഥി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി നമ്മുടെ ഡിഫൻസ് എക്സ്പോയെ പറ്റി, ഡിഫൻസ് എക്സ്പോയിൽ പോയിട്ട് ആയുധങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ ആ വിദ്യാർത്ഥി എടുത്ത് പാകിസ്ഥാന് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഷിപ്പ് യാർഡിലെ ഒരാളെ, കണ്ണൂർക്കാരനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ, അതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ നമ്മൾ നേരത്തെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ CRPF, അതായത് കപ്പലിൽ തന്നെ കള്ളന് വന്നല്ലോ, CRPFൻ്റെ അകത്തൊരു ജവാനെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇയാൾക്ക് കൂടുതൽ ജവാന്മാരെ ഇതിൽ കൊടുക്കാൻ പറ്റുമായിരിക്കും, കുടുക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 15 ലൊക്കേഷനിൽ 8 സംസ്ഥാനത്ത്
റെയ്ഡ് നടന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.